ഡിസ്കഷനാണ് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ജസ്റ്റ് ഒന്നും കൂടി നമ്മൾ നോക്കുകയാണ്. നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് തിയററ്റിക്കൽ സബ്ജക്റ്റ് ആണ് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഒരുപാട് ഫിഗേഴ്സ് ഉണ്ട് അല്ലേ, അതുപോലത്തെ ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ ഈ കുറച്ച് ഉള്ള പ്രോബ്ലംസ് വൃത്തിയായിട്ട് നോക്കുക. പിന്നെ ഫിഗേഴ്സൊക്കെ നല്ല വൃത്തിയായിട്ട് വരച്ച് തന്നെ പഠിക്കുക. കാരണം ഇതൊക്കെ നിങ്ങൾ എഴുതുന്ന കണ്ടന്റ് കുറഞ്ഞാലും ഈ ഫിഗേഴ്സും അതുപോലത്തെ സ്കെച്ചസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ പ്ലോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഈവൺ ഇഫ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നില്ലെങ്കിൽ കൂടി അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അത് വരച്ചാൽ അത് നിങ്ങൾക്ക് അതിൻ്റെതായ മാർക്ക് കിട്ടും. ഫിഗേഴ്സിന് അതിൻ്റെതായ ഒരു വാല്യൂ പോയിന്റ് ഉണ്ടാവും, മാർക്ക് അതിനെ അസൈൻ ചെയ്തിട്ടുണ്ടാവും, ആ മാർക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും പഠിക്കുമ്പോൾ വിത്ത് ഫിഗേഴ്സ് പഠിക്കുക. ഒരു എക്സ്പ്ലനേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഒരുപാട് തിയറിറ്റിക്കലായിട്ട് വരുത്തിയാണ്. തിയറിറ്റിക്കലായിട്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻസ് വെച്ച് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഉള്ളതാണെങ്കിൽ എക്സാമ്പിൾസ് വെച്ച് പഠിക്കുക. അപ്പോൾ ആ രീതിയിൽ വേണം എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളെല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രം എഴുതുക ചെയ്യുന്നത്, 1-2 സെന്റൻസ് എഴുതിയിട്ട് വിടുക. അങ്ങനെയാണ് ഞാൻ ഒബ്സർവ് ചെയ്തത് നിങ്ങൾ സീരീസ് എക്സാമിനല്ലോ. ഈവൻ നിങ്ങൾ അസൈൻമെന്റ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം ഇപ്പം എന്താ പറയാ, ടെസ്റ്റ്, ക്രീപ്പ് ടെസ്റ്റ്, അതിന്റെ വർക്കിംഗ്, അതിന്റെ മെത്തേഡ് എഴുതാൻ വേണ്ടി പറഞ്ഞാലും പലരും അത് കംപ്ലീറ്റ് എഴുതുന്നില്ല. അപ്പൊ അതിന്റെ വർക്കിംഗ് എന്താണെന്നില്ല പഠിച്ചിട്ട് അത് പോയിന്റ്സ് ആയിട്ട് പഠിക്കുക. ഒരു 5 പോയിന്റിൽ എല്ലാ വർക്കിങ്ങും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഒരു 5-6 പോയിന്റിൽ. എന്നിട്ട് അത് വേണം പോയിന്റ് ആയിട്ട് തന്നെ എഴുതുക പരമാവധി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രീഫ് പാരഗ്രാഫ് ആയിട്ട് എഴുതാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി കൂടി നമുക്ക് അറിയണം, അല്ലെങ്കിൽ എന്നാലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ പറഞ്ഞാൽ ഡിഫറെന്റ് പാറ്റേൺ ആണ്, പക്ഷെ സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി കോൺടാക്ട് ക്ലാസിന്റെ സമയത്ത് അത് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതിന് ശേഷം അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസ് തൊട്ടിട്ട് നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോവാം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസിന്റെ കൂടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അവൈലബിൾ ആണ്. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് 10-20 ദിവസത്തെ കോൺടാക്ട് ക്ലാസ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ഡിഫോർമേഷൻ ആണ്. അതിൽ നമ്മൾ എലാസ്റ്റിക് ഡിഫോർമേഷൻ നോക്കി. ഇലാസ്റ്റിക് ആൻഡ് ദർ ആർ 2 ടൈപ്സ് ഓഫ് ഡിഫോർമേഷൻ, ഇലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. നമുക്കിപ്പോൾ അറിയാം എന്താണ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ, എന്താണ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. കാരണം എലാസ്റ്റിക് ലിമിറ്റ് വരെ മാത്രമേ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് എത്ര കൊടുത്താലും എന്ത് സംഭവിക്കും, ആ മെറ്റീരിയൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിനെ എലാസ്റ്റിക് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റും കഴിഞ്ഞ് അതിന് കൂടുതൽ സ്ട്രെസ് നമ്മൾ കൊടുക്കുമ്പോഴാണ് അത് അതിന്റെ പ്ലാസ്റ്റിക് റീജിയനിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് അതിനെ നമ്മൾ ഈൽഡിങ് എന്ന് പറയുന്നത് അല്ലെ. ഈ വലിഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ ഈൽഡിങ് എന്ന് പറയുന്നത്. ഈൽഡ് ചെയ്ത് അവസാനം എന്ത് സംഭവിക്കും, ആ മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യും, നമുക്കറിയാം. അപ്പൊ ഈ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ പഠിക്കുമ്പോൾ നമ്മൾ 2 പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ, ഒന്ന് അനിലാസ്റ്റിക് അല്ലെങ്കിൽ വിസ്കോ ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് എന്ന് വെച്ചാൽ എന്താണ്, ഈ മെറ്റീരിയൽ റീകവർ ചെയ്യാന്നല്ല. നമ്മളിപ്പോൾ ഒരു എലാസ്റ്റിക് നമ്മളൊരു സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും, ആ മെറ്റീരിയൽ എലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലെ. അതിന്റെ എലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞാൽ അത് നമുക്കത് ഫിസിക്കലി നമുക്കത് വിസിബിൾ ആണല്ലോ, അത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ. അല്ലെങ്കിലോ നമുക്കത് വിസിബിൾ അല്ല, പക്ഷെ അതിന്റെ ഒരു ഇന്റേണൽ സ്ട്രെസ് അതിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. അത് തിരിച്ച് അതിനെ പഴയ അവസ്ഥയിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകും. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ സ്റ്റീൽ ഈസ് മോർ എലാസ്റ്റിക് ദാൻ റബ്ബർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം റബ്ബറിന്റെ എലാസ്റ്റിക് ലിമിറ്റ് കുറവാണല്ലേ. കാരണം നമുക്കറിയാം റബ്ബർ വലിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ റോഡ് ഉണ്ട്, അതേ ഡയമീറ്ററിൽ അതേ ലെങ്തിൽ ഒരു റബ്ബർ റോഡ് കൊണ്ട് വിചാരിക്കാം. റബ്ബർ നമുക്ക് നമ്മളെ ബൈ ഹാൻഡ് നമുക്ക് മാനുവലായിട്ട് നമുക്ക് അതിന്റെ എലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ എലാസ്റ്റിക് ലിമിറ്റ് നമുക്ക് അല്ലെങ്കിൽ അത് പക്ഷെ സ്റ്റീലിന്റെ കേസിൽ അങ്ങനെയല്ല. സ്റ്റീലിന്റെ കേസിൽ അതിന്റെ ഇന്റേണൽ സ്ട്രെസ് കൂടുതലാണ്. നമുക്കത് അതിന്റെ ആ എലാസ്റ്റിസിറ്റി മനസ്സിലാക്കണമെങ്കിൽ തന്നെ കൂടുതൽ നമ്മൾ വലിക്കേണ്ടി വരും. അപ്പൊ എനലാസ്റ്റിക് ആൻഡ് വിസ്കോ എലാസ്റ്റിക് ബിഹേവിയർ പറയുന്നത് എന്താണ്, ടൈം ഡിപ്പെൻഡന്റ് റീകവറിനെയാണ് നമ്മളത് പറയുന്നത് അല്ലെ. ചില മെറ്റീരിയൽ എന്ത് സംഭവിക്കും, നമ്മളതിനെ വലിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ അതിൽ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാലും അത് പഴയ അവസ്ഥയിലേക്ക് റീകവർ ചെയ്യാൻ അതിന് സമയം വേണം. ടൈം ഡിപ്പെൻഡന്റ് ആ ഒരു പ്രോപ്പർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനിലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ. ടൈം ഡിപ്പെൻഡന്റ് എലാസ്റ്റിക് ബിഹേവിയർ ഇസ് കോൾഡ് അനിലാസ്റ്റിക് ബിഹേവിയർ. പക്ഷെ ചില മെറ്റീരിയൽസിന്റെ കേസിൽ, പോളിമേഴ്സിന്റെയും ചില സെറാമിക്സിന്റെ കേസിൽ ഇതിനെ നമ്മൾ വിസ്കോ എലാസ്റ്റിസിറ്റി എന്ന പേരിലാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ. എസ്പെഷ്യലി ഇൻ സം പോളിമറിക് മെറ്റീരിയൽസ്. ഓക്കെ.
ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്നത് വെച്ചാൽ എലാസ്റ്റിക്കിൻ്റെ വരുന്നത് വെച്ചാൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. പ്ലാസ്റ്റിക് ഡിഫോർമേഷനിൽ ദർ വിൽ ബി ഈൽഡിങ് ഓഫ് ദ മെറ്റീരിയൽ അല്ലേ, ഫൈനലി അത് ഫെയിൽ ചെയ്യും. അപ്പോൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ രണ്ട് വിധത്തിൽ ഹാപ്പൻ ചെയ്യാം, എയ്തർ ബൈ സ്ലിപ്പ് ഓർ ബൈ ട്വിന്നിങ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ് എന്നുള്ള ഈ ഒരു ടോപ്പിക്. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബൈ സ്ലിപ്പും ഉണ്ട്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബൈ ട്വിന്നിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതും പറയുമ്പോൾ വിത്ത് ഫിഗർ വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നോക്കി എന്താണ്, മോസ്റ്റ് മെറ്റൽസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി വീക്കർ ഇൻ ഷിയർ ദാൻ ഇൻ ടെൻഷൻ. അതെന്ന് വെച്ചാൽ നമുക്കറിയാം ടെൻസൈൽ ഫോഴ്സസ് ഉണ്ട് അല്ലേ, ടെൻസൈൽ കംപ്രസീവ് ഫോഴ്സസ്, അതല്ല ആക്സിയൽ ഫോഴ്സസ് ആണ് ടെൻസൈൽ ആൻഡ് കംപ്രസീവ് ഫോഴ്സസ്. അപ്പോൾ മോസ്റ്റ് മെറ്റീരിയൽസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി വീക്കർ ഇൻ ഷിയർ ദാൻ ഇൻ ടെൻഷൻ ഓർ കംപ്രഷൻ. ഇപ്പം നമ്മൾ എസ്പെഷ്യലി നമ്മൾ എന്താണ് മെറ്റൽസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് അതിലിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ സയൻസിൽ. അതർ മെറ്റീരിയൽസ് അല്ല, നമുക്കറിയാം എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, ഒരുപാട് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ മെറ്റൽസ് അതിലൊരു പാർട്ടാണ്, അല്ലെങ്കിൽ മാക്സിമം മീൻസ് മാക്സിമം അപ്ലിക്കേഷൻസ് വരുന്ന ഒരു മെറ്റീരിയലാണ് മെറ്റൽസ്. ബട്ട് മോസ്റ്റ് മെറ്റൽസ് ആർ സിഗ്നിഫിക്കൻ്റ്ലി വീക്കർ ഇൻ ഷിയർ ആൻഡ് ദാൻ ഇൻ ടെൻഷൻ ഓർ കംപ്രഷൻ. ഷിയർ ഫോഴ്സിൽ അത് വീക്കാണ്, കാരണം ഷിയറിൽ അത് പെട്ടെന്ന് തന്നെ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, so most metals are significantly weaker in shear than in tension or compression, and hence yielding or plastic deformation occurs under the action of a shear force. ഷിയർ ഫോഴ്സ് ഉണ്ടാകുമ്പോഴാണ് ഈ yielding അല്ലെങ്കിൽ ഈ ഡിഫോർമേഷൻസ് ഉണ്ടാകുന്നത്. അതിൽ നോക്കാം, അതിൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടല്ലോ, അറ്റോമിക് ലെയേഴ്സ്. അപ്പോൾ അവിടെ നോക്കിയാൽ, അപ്പോൾ അവിടുന്ന് എന്ത് സംഭവിക്കും, ഒരു ലെയർ മറ്റു ലെയറിന് മുകളിൽ സ്ലിപ്പ് ചെയ്ത് പോകും. സോ അങ്ങനെയാണ് അതിൻ്റെ അത് yield ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് സ്ലിപ്പ്. So there will be a direction for the slip. So there is a plane which is going to slip above another plane. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലെയിൻ ഉണ്ടാവും, അതിന്റെ മുകളിലെ ഒരു ലെയർ ആണ് അതിന്റെ വിത്ത് റെസ്പെക്ട് ടു അതിന്റെ ബിലോ ലെയറിൽ സ്ലിപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ ഷിയർ ഫോഴ്സ് atoms move relative to each other on certain planes from one position of equilibrium to another position of equilibrium, which causes a permanent deformation. And some atoms are said to have slipped past the other atoms on a certain plane in a certain direction. This process is called slip. The plane on which slip takes place is known as the slip plane, and the direction along which the atoms move is known as the slip direction. അപ്പോൾ സ്ലിപ്പ് ഉണ്ട്, സ്ലിപ്പ് പ്ലെയിൻ ആൻഡ് സ്ലിപ്പ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഫിഗർ പഠിച്ചു നോക്കണം. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബൈ സ്ലിപ്പിൽ വേറൊരു നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്, ചില മെറ്റീരിയൽസിൽ ദർ ആർ കോമൺലി ഒബ്സർവ്ഡ് സ്ലിപ്പ് സിസ്റ്റംസ്. ഈ ഡിഫോർമേഷൻസ് ഉണ്ടാവാനുള്ള കുറേ സ്ലിപ്പ് പ്ലെയിനുകളുണ്ട്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി മില്ലർ ഇൻഡീസസിൽ എങ്ങനെയാണ് ഒരു പ്ലെയിനിനെ നമ്മൾ മില്ലർ ഇൻഡെക്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചു, എങ്ങനെയാണ് അതിന്റെ ഡയറക്ഷനെ നമ്മൾ മില്ലർ ഇൻഡെക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യാന്ന് പഠിച്ചിരുന്നു അല്ലെ. സോ സ്ലിപ്പ് occurs more readily along certain crystal directions and planes within the crystal. A set of such a favored plane and direction together is called a slip system. അപ്പോൾ അതിനെയാണ് ഒരു സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഏത് ടൈപ്പ് മെറ്റീരിയൽ ആയാലും ദർ ഇസ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഈ സ്ലിപ്പ് നടക്കാനുള്ള അല്ലെങ്കിൽ ഈ ഡിഫോർമേഷൻ നടക്കാനുള്ള ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ഷനും ഒരു പ്ലെയിനും ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്ലെയിനിലും ആ ഡയറക്ഷനിൽ സ്ലിപ്പ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഡിഫോർമേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓരോ മെറ്റീരിയലിന്റെ കേസിലും ഇങ്ങനെ ഈ ഒരു സെറ്റ് ഉണ്ട്, ഒരു സ്ലിപ്പ് പ്ലെയിനും ഒരു സ്ലിപ്പ് ഡയറക്ഷനും. അതിനെയാണ് സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കോമൺലി ഒബ്സർവ്ഡ് സ്ലിപ്പ് സിസ്റ്റം ഇൻ മെറ്റൽസ് ആർ. അപ്പോൾ ഒരുപാട് സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ടാവും, പക്ഷെ കോമൺ ആയിട്ട് ഇത് കണ്ടുവരുന്ന ഒരു സ്ലിപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് പ്ലെയിനും ഒരു സ്ലിപ്പ് ഡയറക്ഷനും ഉണ്ട്. അതിനാണ് സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. FCCന്റെ കേസിൽ അത് 111 പ്ലെയിനും നമുക്കറിയാം ഏതാണ് 111 പ്ലെയിൻ നമുക്കറിയാം. FCC പറഞ്ഞാൽ എന്താണ്, ക്യൂബിക് സ്ട്രക്ചർ ആണ് അല്ലെ. BCCയും ക്യൂബിക് സ്ട്രക്ചർ ആണ്. ക്യൂബ് പറയുമ്പോൾ നമുക്കറിയാം എത്ര പ്ലെയിൻ ഉണ്ടാവുക അല്ലെ. ഇപ്പോൾ ഡയറക്ഷൻസ് ഏതിൽ വേണമെങ്കിലും ഡയറക്ഷൻസ് ഉണ്ടാവുക ഒരു യൂണിറ്റ് സെല്ലിനുള്ളിൽ. അപ്പോൾ 111 എന്ന് പറഞ്ഞ പ്ലെയിൻ ഏതാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് 111 എന്നുള്ള ഒരു പ്ലെയിൻ പോകുന്നത്. ഓക്കെ, എക്സ് എന്നും വൈ എന്നും സെൻഡ് എന്നും ആക്സിസ് എന്നും 1 യൂണിറ്റിലേക്ക് 1 യൂണിറ്റ് വരുന്ന അതിലെ കൂടി കടന്നു വന്ന ഒരു പ്ലെയിൻ. സോ ദാറ്റ് 111 പ്ലെയിൻ. അപ്പൊ നമുക്കറിയാം ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എങ്ങനെയാണ് ആ പ്ലെയിൻ വരിക, 45 ഡിഗ്രിയിൽ വരുമല്ലേ, അതിനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത പോലെ വരും പ്ലെയിൻ, ശരിയല്ലേ. അപ്പൊ അതാണ് നമുക്ക് സ്ലിപ്പ് ഉണ്ടാവുന്ന ഏറ്റവും ഒരു പ്ലെയിൻ. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ചോക്ക് എടുക്കുക, ചോക്ക് പീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിക്കാനുള്ള ബുദ്ധിമുട്ടാണല്ലേ. നിങ്ങൾ ചോക്ക് പീസ് എടുത്ത് നിങ്ങൾ രണ്ട് സൈഡിലും ട്വിസ്റ്റ് ചെയ്യുക, ഒന്ന് ക്ലോക്ക് വൈസ് ഒരു സൈഡിൽ ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് ട്വിസ്റ്റ് ചെയ്താൽ
അത് എങ്ങനെയായിരിക്കും ബ്രേക്ക് ചെയ്യുന്നത്? അത് ബ്രേക്ക് ചെയ്യുന്നത് ഒരു 45 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 45 ഡിഗ്രി ആംഗിളിൽ ഇത് ബ്രേക്ക് ചെയ്യും. ദാറ്റ് 45 ഡിഗ്രി ആംഗിൾ അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്? ഷിയറിംഗ് ആണ്. നിങ്ങൾ അതിനെ ഷിയർ ചെയ്യുന്നത്. ഓക്കെ, രണ്ടിനും നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിങ്ങൾ ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്തു, മറ്റേ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ അതിന് ട്വിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യുന്നത് ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്? അതിന്റെ ഒരു 45 ഡിഗ്രിയിലേക്ക് കൂടിയാണ് അതിന്റെ ബ്രേക്ക് നടക്കുന്നത്. ഓക്കെ, FCC ക്രിസ്റ്റലിന്റെ കേസിൽ ദ മോസ്റ്റ് ഫേവറബിൾ സ്ലിപ്പ് ലൈൻ എത്രയാണ്? 111 സ്ലിപ്പ് ഡയറക്ഷൻ 110 ആണ്. 110 പറയുമ്പോൾ ഏത് ഡയറക്ഷൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സെയിം കേസ് BCCയിലും HCPയിലും എക്സാമ്പിൾ ആണ് കൊടുക്കുന്നത് ഇവിടെ. HCPന്റെ കേസിൽ 4 വരും. നമ്മൾ HCP നോക്കിയില്ല, നമ്മൾ ക്യൂബിക് ക്രിസ്റ്റൽസിന്റെ എക്സാമ്പിൾസ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതാണ് FCCന്റെയും BCCന്റെയും HCPന്റെയും മോസ്റ്റ് ഫേവറബിൾ ആയ ഈ സ്ലിപ്പ് ലൈനും സ്ലിപ്പ് ഡയറക്ഷൻ. സോ ദിസ് ഈസ് ദ സ്ലിപ്പ് സിസ്റ്റം ഫോർ ഓർ കോമൺലി ഒബ്സർവ്ഡ് സ്ലിപ്പ് സിസ്റ്റംസ് ഇൻ മെറ്റൽസ്. നെക്സ്റ്റ് വൺ ഈസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബൈ ട്വിന്നിങ്. ഇപ്പോൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാകുന്ന ഒരു മെത്തേഡ് പറഞ്ഞാൽ സ്ലിപ്പാണ്. സെക്കൻഡ് മെത്തേഡ് ഈസ് ട്വിന്നിങ്. ഇപ്പോൾ എന്താണ് ട്വിന്നിങ്? ഇൻ സർട്ടൈൻ മെറ്റീരിയൽസ് വെൻ എ ഷിയർ സ്ട്രെസ് ഈസ് അപ്ലൈഡ്, planes of atoms in the lattice move parallel to a specific plane so that the lattice is divided into two symmetrical parts which are differently oriented. ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഉള്ള ഒരു ട്വിൻഡ് റീജിയൻ കാണിക്കുന്നുണ്ടല്ലേ. ഓൾറെഡി ഉണ്ടായ ഒരു പ്ലെയിൻ, അതിൽ ആറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഡോട്ട് കാണുന്നതെല്ലാം ആറ്റംസ് അറ്റോമിക് അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ പ്ലെയിന്റെ ഒരു ഭാഗം വിത്ത് റെസ്പെക്ട് ടു അല്ലെ അടുത്ത ഭാഗത്തിനെ അപേക്ഷിച്ചിട്ട് അത് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു തലേക്കല്ലേ. ആക്ച്വലി ഇത് സ്ലിപ്പല്ല, ഇവിടെ സ്ലിപ്പല്ലല്ലോ, ഇത് സ്ലൈഡ് ചെയ്ത് പോയതല്ലല്ലോ. ശരിക്കും അത് ഒന്ന് ഉടഞ്ഞു പോയി അല്ലെ, ശരിയല്ലേ? അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നോക്കിയേ, ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ഗ്രൂപ്പ്, ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയൻ അതുപോലെ തന്നെ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്ത് പോയി അല്ലെ. അതിനെയാണ് നമ്മൾ ട്വിൻഡ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ വിൽ ബി എ ബൗണ്ടറി അല്ലെ, ട്വിൻ ബൗണ്ടറി വന്നിട്ടുണ്ടാവും ഇവിടെ അല്ലെ. കാരണം വിത്ത് റെസ്പെക്ട് ടു ആ ബൗണ്ടറി ആണ് അത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ദർ ഇസ് എ ഡയറക്ഷൻ അലോങ് വിച്ച് ദിസ് ഈസ് ഹാപ്പനിങ് അല്ലെ. ഒന്നെങ്കിൽ മുകളിലേക്ക് പോവാം അല്ലെങ്കിൽ താഴേക്ക്, രണ്ട് ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ട്വിൻ ഡയറക്ഷൻ എന്ന് പറയും. The planes parallel to which atomic movement has taken place are known as twinning planes. The differently oriented region within the crystal and between the twinning plane is known as the twinned region. Twinning is produced suddenly with a few microseconds and is accompanied with sound. അപ്പോൾ ഈ നമ്മളെ ട്വിന്നിങ്, ഇപ്പൊ ടിൻ നമുക്കറിയാം. ടിൻ എന്ന മെറ്റീരിയൽ നമ്മളൊന്ന് ഉടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സൗണ്ട് കേൾക്കാം അല്ലെ. നിങ്ങൾക്കറിയാം എങ്ങനത്തെ സൗണ്ടാണ് കേൾക്കുന്നത്? ടിന്ന് നമുക്കറിയാം, ക്രഷ് ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കുന്ന സൗണ്ട്. അപ്പൊ അവിടെ ആ ഒരു ക്രൈ ആക്ച്വലി അത് ആ ട്വിന്നിങ് നടക്കുന്നതുകൊണ്ടുള്ള ഒരു സൗണ്ടാണത്. ഓക്കെ, അപ്പൊ ടിന്നിലൊക്കെ നമുക്ക് ഈ ട്വിന്നിങ്ങിന്റെ ആ സൗണ്ട് നമുക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ സ്ലിപ്പും ട്വിന്നിങ്ങും ആണ് ഇവിടെ കാണിക്കുന്നത്. സ്ലിപ്പ് നോക്കിയ ഓരോ ലെയറും, ആറ്റോമിക് ലെയറും അവിടെ നിന്ന് ഒന്നിനെ അപേക്ഷിച്ച് സ്ലിപ്പ് ചെയ്ത് പോവുകയാണ്. ട്വിന്നിങ്ങിൽ അങ്ങനെയല്ല. ട്വിന്നിങ്ങിൽ നോക്കി എന്താ സംഭവിക്കുന്നത്? ഒരു റീജിയൻ, അതിലൊരു ഗ്രൂപ്പ് ഓഫ് പ്ലെയിൻ ഉണ്ടാവും. ഒരു റീജിയൻ അതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്യപ്പെടുക അല്ലെ. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ട്വിൻ ബൗണ്ടറിന്റെ അടുത്ത് ഒരു മിറർ വെച്ചാൽ ഒരു ഭാഗം മറ്റേ ഭാഗത്തിന്റെ മിറർ ഇമേജ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആക്ച്വലി അതൊരു മിറർ ഇമേജ് പോലെയാണുള്ളത്. ട്വിൻ ബൗണ്ടറിയിൽ ഒരു മിറർ വെച്ചാൽ അത് ഒന്നിന്റെ മിറർ ഇമേജ് കാണുന്ന പോലെ ആയിരിക്കും ഉണ്ടാല്. So in both slip and twinning, the lattice is sheared. In slip, the deformation or shear is uniformly distributed over a volume rather than localized on a discrete number of slip planes. In contrast to slip, in twinning, the atoms move only a fraction of an interatomic distance relative to each other. The amount of movement of each plane of atoms in the twinned region is proportional to its distance from the twinning plane, so that a mirror image is formed across the twin plane. സ്ലിപ്പ് പ്ലെയിന്റെ കേസിൽ നമുക്കറിയാം എന്താണ്. സ്ലിപ്പ് പ്ലെയിന്റെ കേസിൽ ഒരു വോളിയത്തിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഒരു പർട്ടിക്കുലർ പോയിന്റിലല്ല, ഓരോ ലെയർ മൂവ് ചെയ്യുക ചെയ്തത്. ഓക്കെ, പക്ഷേ ട്വിന്നിങ്ങിന്റെ കേസിലോ ഓരോ ലെയറും ചെറിയ ഫ്രാക്ഷൻ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു റീജിയൻ അതുപോലെ തന്നെ ഷിഫ്റ്റ് ആകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു ഭാഗം, ഒരു പ്ലെയിൻ മറ്റേ പ്ലെയിൻ അപേക്ഷിച്ചിട്ട് അതിന്റെ മിറർ ഇമേജ് പോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ,
ആൻഡ് സ്ലിപ്പും ട്വിന്നിങ്ങും എല്ലാം മെറ്റൽസിൽ ഒബ്സർവ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ്. സ്ലിപ്പ് ഈസ് മോർ പ്രിഡോമിനന്റ്ലി ഒബ്സർവ്ഡ് ഇൻ FCC ആൻഡ് BCC ക്രിസ്റ്റൽസ്, ബട്ട് ട്വിന്നിങ് ഈസ് മോർ സിഗ്നിഫിക്കൻറ്റ് മോഡ് ഓഫ് ഡിഫോർമേഷൻ ഇൻ HCP ക്രിസ്റ്റൽ. ഓക്കെ, HCP ക്രിസ്റ്റൽസിലാണ് ട്വിന്നിങ് എന്ന കൂടുതലായിട്ട് കാണുന്നത്. സ്ലിപ്പും ട്വിന്നിങ്ങും ആണ് ഇവിടെ കാണിക്കുന്നത്, ഡിഫോർമേഷൻ ബൈ സ്ലിപ്പ് ആൻഡ് ഡിഫോർമേഷൻ ബൈ ട്വിന്നിങ്. സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്ലിപ്പ് ആൻഡ് ട്വിന്നിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്തൊക്കെയാണ്? സ്ലിപ്പ് ഇൻവോൾവ്സ് സ്ലൈഡിംഗ് മൂവ്മെന്റ് ഓഫ് ആറ്റംസ് ഓൺ എ സ്ലിപ്പ് പ്ലെയിൻ. ട്വിന്നിങ് മീൻസ് ട്വിന്നിങ് ഇൻവോൾവ്സ് ഡിസ്പ്ലേസിംഗ് മൂവ്മെന്റ് ഓഫ് ആറ്റംസ് റിലേറ്റീവ് ടു ഈച്ച് അതർ ഓൺ മെനി പ്ലെയിൻസ്. അപ്പോൾ ട്വിന്നിങ് എന്താ സംഭവിക്കുന്നത്? ഒരു സ്ലിപ്പ് പ്ലെയിനിലുള്ള മൂവ്മെന്റ് ആണല്ലേ, സ്ലൈഡ് ചെയ്തിട്ട് പോകുന്നതിനാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ട്വിന്നിങ് അങ്ങനെയല്ല. ഒരു ഗ്രൂപ്പ് റീജിയൻ ഓഫ് പ്ലെയിൻസിലെ ഒരു റീജിയണിലെ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലെയിൻസ് തമ്മിൽ ഓരോ പ്ലെയിൻ തമ്മിൽ ചെറിയ ചെറിയ അറ്റോമിക് ഡിസ്റ്റൻസ് മാത്രം മൂവ് ചെയ്യും. അപ്പോൾ ആ റീജിയൻ അതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്യപ്പെടും. അറ്റോമിക് മൂവ്മെന്റ്സ് ആർ ഓഫ് വൺ ഓർ മോർ അറ്റോമിക് സ്പേസിംഗ് in slip, but in the case of twinning, atomic movements are a fraction of atomic spacing. And orientation of crystals above the below slip plane before and after slip is the same. Okay, അപ്പോൾ മീൻസ് സെയിം അത് സെയിം ഓറിയന്റേഷനിൽ തന്നെ ആയിരിക്കും ഈവൺ ആഫ്റ്റർ ദ സ്ലിപ്പ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്വിന്നിങ് എന്ത് ചെയ്തു? ഈ റീജിയൻ അത് ട്വിൻ ചെയ്യപ്പെട്ടാൽ ട്വിൻ റീജിയൻ ഈസ് a mirror image of the original crystal lattice. And through microscope, slip appears as thin lines, but twinning appears as broad lines or bands. കാരണം ട്വിന്നിങ് ഒരു റീജിയൻ അതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതൊരു ബാൻഡ് പോലെ വിസിബിൾ ആണ്. പക്ഷേ സ്ലിപ്പിന്റെ കേസിൽ ഒരു ലൈൻ, ഒരു പ്ലെയിൻ മാത്രമാണ്, അതുകൊണ്ട് അതൊരു ലൈൻ പോലെ, തിൻ ലൈൻസ് പോലെയാണ് നമുക്കത് അപ്പിയർ ചെയ്യൽ. സ്ലിപ്പ് ഈസ് ഇനീഷ്യേറ്റഡ് ഈവൺ അറ്റ് ലോവർ സ്ട്രെസ് വാല്യൂസ്, ബട്ട് ട്വിന്നിങ് റിക്വയർസ് ഹയർ സ്ട്രെസ് വാല്യൂസ്. ആൻഡ് ഓൾസോ സ്ലിപ്പ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ്, but twinning is more predominant or more significant in HCP crystals. പിന്നെ സ്ലിപ്പ് ലൈൻസ് എന്ന് വെച്ചാൽ അത് ഒരു സ്ലിപ്പേ ഉണ്ടാവുന്നില്ലല്ലോ. പക്ഷെ ട്വിന്നിങ് ഉണ്ടാവുമ്പോൾ അവിടെ എന്താന്ന് ഒരു റീജിയൻ മൂവ് ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്കൊരു ഒരു പെയർ ഓഫ് ലൈൻസ് കാണാം, രണ്ട് ബൗണ്ടറി ഉണ്ടാവും അല്ലെ. സോ സ്ലിപ്പ് ലൈൻസ് മേ ബി പ്രസന്റ് ഇൻ ഈവൺ ഓർ ഓഡ് നമ്പേഴ്സ്, ബട്ട് ട്വിൻ ലൈൻസ് ഓൾവേസ് ഒക്കർ ഇൻ പെയേഴ്സ്. സോ അങ്ങനെ ഒരുപാട് അതിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്ലിപ്പ്, എന്താണെന്ന് പഠിക്കണം. അതിനെ ഡിഫറൻഷിയേറ്റ് വന്ന് ചോദിച്ചാൽ ഇതുപോലെ കോളം വരച്ചിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനി ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് അതിൽ കിട്ടും. നെക്സ്റ്റ് ഈസ് സ്കിമിറ്റ്സ് ലോ ആൻഡ് ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ്. ഇപ്പോൾ ഒരു ചെറിയ ടോപ്പിക്കാണ് സ്കിമിറ്റ്സ് ലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ്. The shear stress required to produce slip on a crystal plane is called the critical resolved shear stress. അപ്പോൾ ഈ ഷിയർ മീൻസ് ഈ ഷിയർ സ്ട്രെസ്സിന് ആവശ്യമായ മിനിമം അല്ലെങ്കിൽ ഈ ഷിയർ ഉണ്ടാവാൻ വേണ്ട ആ ഒരു മിനിമം എമൗണ്ട് ഓഫ് സ്ട്രെസ് എത്രയാണ്, ആ ഷിയർ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ആ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ വെച്ചിട്ടുള്ളൊരു ഇലസ്ട്രേഷൻ ഉണ്ട്. അത് നിങ്ങളെ മെറ്റീരിയൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മെറ്റീരിയൽ നോക്കുക എങ്ങനെയാണ് അതിൻ്റെ ആ ഇക്വേഷൻ അവിടെ റിസോൾവ് ആവുന്നത്. കാരണം സ്ലിപ്പ് ഉണ്ടാവുന്ന പ്ലെയിനിൻ്റെ നോർമലായിട്ട് അതിനൊരു നോർമൽ എടുത്തിട്ടുണ്ട്. ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. സ്ലിപ്പ് ഡയറക്ഷൻ ഉണ്ട്, സ്ലിപ്പിന്റെ ഒരു നോർമലും ഉണ്ട്. ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സും ഉണ്ടല്ലോ അതിൽ. അവിടെ കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ്, സിലിണ്ടറിക്കൽ ഒരു റോഡ് കാണിക്കുന്നുണ്ട് അല്ലെ. എഫ് ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ്, ലോഡ് അപ്ലൈഡ്. സോ സിഗ്മ ഇസ് ഈക്വൽ ടു സ്ട്രെസ് വിൽ ബി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ F/A0. ഓക്കെ, സോ A0 പറഞ്ഞാൽ അതിന് ക്രോസ് സെക്ഷണൽ ഏരിയ. ബട്ട് സ്ലിപ്പ് പ്ലെയിൻ എന്ന് പറയുന്നതോ ഇറ്റ് ഈസ് ആൻ ഇൻക്ലൈൻ പ്ലെയിൻ. ദ ന്യൂ ഏരിയ വിൽ ബി A will be equal to A0 by cos beta. So beta and alpha are the two angles, alle. So beta or alpha are the angles made with the applied stress or applied load, alle. Applied force white make an angle ആണ് alpha and beta. Alpha is the angle made with the applied load and the slip direction. Beta is the angle made with the normal and this applied load. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വേഷൻ കിട്ടുന്നുണ്ട്. സോ ഫൈനലായിട്ട് നമുക്ക് അതിൽ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂ സിഗ്മ എച്ച് കോസ് ആൽഫ കോസ് ബീറ്റ എന്നുള്ള വാല്യൂ കിട്ടും. സോ ദാറ്റ് ഇക്വേഷൻ ദാറ്റ് ഈസ് കോൾഡ് നോൺ ആസ് സ്മിഡ്സ് ലോ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഷിയർ സ്ട്രെസ് ഓൺ ദി പ്ലെയിൻ along the slip direction is given by tau is equal to sigma h cos alpha cos beta. അപ്പോൾ സിഗ്മ എച്ചും ആൽഫയും ബീറ്റയും എന്താണെന്ന് നമുക്കറിയാം. And this is known as Schmidt's law. So in this example, beta 90 ആവാം, beta 0 ആവാം.
ആൽഫ 90 ആവാം, ആൽഫ 0 ആവാം. സോ വെൻ ബീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്താണ് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്ലിപ്പ് ലൈൻ ബിക്കംസ് പാരലൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, ആൻഡ് കോസ് ബീറ്റ ഇസ് ഈക്വൽ ടു 0, ദെൻ നോ ഷിയർ അല്ലെ, ബീറ്റ 90 ആവാം, cos beta equal to 0, so no shear, there will be no shear component, that means there will be no slip. Similarly, when alpha equal to 90 degree, applied force is perpendicular to the slip direction, again cos alpha will be 0 and no shear, no slip will happen. അപ്പോൾ ബീറ്റാൻ്റെ വാല്യൂ 90 ആകുമ്പോഴോ അല്ലെങ്കിൽ ആൽഫാൻ്റെ വാല്യൂ 90 ആകുമ്പോഴോ അവിടെ സ്ലിപ്പ് ഉണ്ടാവുന്നില്ല. നമുക്ക് ഫിഗർ നോക്കിയാൽ അത് മനസ്സിലാവും 90 ആകുമ്പോൾ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്. So the critical result shear stress tau ZR is the shear stress required to break enough metallic bonds in order for slip to occur. This means plastic deformation occur only produces a resolved shear stress tau which is equal to critical result shear stress. So actually നമ്മൾ എന്താ സംഭവിക്കുന്നത്, നമ്മളവിടെ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഇവിടെ ഈ മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡ്യൂ ടു ഷിയർ. സോ അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു മിനിമം എമൗണ്ട് ഓഫ് ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു വാല്യൂവിനാണ് നമ്മൾ ക്രിട്ടിക്കൽ റിസോൾവ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് സ്മിത്സ് ലോ വെച്ചിട്ടാണ്. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ബ്രിട്ടിൽനെസ് ഓഫ് PCC, HCP ആൻഡ് ഡക്റ്റിലിറ്റി ഓഫ് FCC. ഇതൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, ബ്രിട്ടിൽനെസ് ഓഫ് BCC, HCP ആൻഡ് ഡക്റ്റിലിറ്റി ഓഫ് FCC. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് BCC, HCP ക്രിസ്റ്റൽസിന്റെ ബ്രിട്ടിൽനെസ്സും അതുപോലെ തന്നെ FCCന്റെ ഡക്റ്റിലിറ്റിയും. സോ ബ്രിട്ടിൽനെസ് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, പ്രോപ്പർട്ടി അല്ലെ, എന്താണ്, it is the ability of a ductility means it is the ability of a material to drawn to thin wires അല്ലെ, അതിനെ നമ്മൾ ഡക്റ്റിലിറ്റി പറഞ്ഞാൽ ഡക്റ്റൈൽ. നമുക്കറിയാം ഗോൾഡ് ഒക്കെ ഡക്റ്റൈൽ ആണ് അല്ലെ, ഗോൾഡ് ഡക്റ്റൈൽ ആണ്, സിൽവർ അതൊക്കെ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണ്. ബ്രിട്ടിൽനെസ് പറഞ്ഞാൽ എന്താണ്, ഗ്ലാസ് അല്ലെ, ഗ്ലാസ് ഒക്കെ ബ്രിട്ടിൽ നമുക്ക് പറയാം, അതുപോലത്തെ മെറ്റീരിയൽസ്. നമുക്കറിയാം ഇപ്പോൾ ചില ടൈപ്സ് ഓഫ് സ്റ്റീൽ നമുക്കത് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്റ്റിച്ചിങ് മെഷീൻ്റെ സൂചി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഡിഫോം ചെയ്യൂല അല്ലെ, അതിനെ നമ്മൾ ഒടിക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും, വിത്തൗട്ട് മച്ച് ഡിഫോമേഷൻ ഇറ്റ് വിൽ ബ്രേക്ക്. ബ്രിട്ടിൽനെസ് പറഞ്ഞാൽ അതുപോലെയാണ്, അതായത് ഒരു മെറ്റീരിയൽ ഡിഫോമേഷൻ അല്ലെങ്കിൽ ഈൽഡ് ചെയ്യാതെ അത് ഫ്രാക്ചറിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ആ ബ്രിട്ടിലാന്ന് പറയും. ഓക്കെ, സോ സം മെറ്റീരിയൽസ് ആർ capable of undergoing extensive plastic deformation before breakage or rupture. They are known as brittle materials. But some other materials break up abruptly with very little or no plastic deformation. They are known as brittle materials. So ആദ്യത്തെ കേസിൽ ഡക്റ്റൈൽ ആണ്, ഇത് brittle materials. So in crystalline materials, dominant mode of plastic deformation is slip, which is dependent on the available number of slip systems within the crystal. Slip occurs easily on planes and in direction of maximum atomic density. Such planes and direction constitute easy slip systems or common slip systems. അപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കിയതാണ് FCC, HCP എല്ലാം കേസിൽ, BCCന്റെ എല്ലാ ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ കേസിലും there are certain slip system along which the slip happens അല്ലെ, സ്ലിപ്പ് ഈസി ആയിട്ട് ഉണ്ടാവാൻ വേണ്ടി പറ്റുന്ന കുറെ സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ട്. സ്ലിപ്പ് സിസ്റ്റംസ് പറഞ്ഞാൽ അതിൽ സ്ലിപ്പ് പ്ലെയിൻസ് ആൻഡ് സ്ലിപ്പ് ഡയറക്ഷൻസ് വിൽ ബി ദർ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് FCC, അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ PCC ക്രിസ്റ്റൽ, FCC ക്രിസ്റ്റൽ, HCP ക്രിസ്റ്റൽ, ഈ മൂന്ന് ക്രിസ്റ്റലും എങ്ങനെയാണ്, അത് ഡക്റ്റൈലാണോ അതോ അത് ബ്രിട്ടിലാണോ ഈ മെറ്റീരിയൽ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കി ആദ്യം ഇൻ FCC ക്രിസ്റ്റൽ ദ 111 പ്ലെയിൻ ആൻഡ് 110 ഡയറക്ഷൻ നമ്മൾ നേരത്തെ നോക്കിയതാണ്. തൊട്ട് മുമ്പിൽ ഞാൻ നമ്മളോട് ഇത് ബൈഹാർട്ട് ചെയ്യാനെന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആണ്. അതായത് സ്ലിപ്പ് പ്ലെയിൻ ആയ 111ഉം ഡയറക്ഷൻ ആയ 110 ഹാവ് മാക്സിമം അറ്റോമിക് ഡെൻസിറ്റി. അപ്പോൾ ഈ മാക്സിമം അറ്റോമിക് ഡെൻസിറ്റിയിലെ പ്ലെയിൻ ആണ് പെട്ടെന്ന് സ്ലിപ്പ് ആവുന്നത്. ഹാവ് മാക്സിമം അറ്റോമിക് ഡെൻസിറ്റി ആൻഡ് ദർ ആർ 12 easy slip systems available in FCC crystals. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും മാക്സിമം അറ്റോമിക് ഡെൻസിറ്റിയിലെ ഒരു സ്ലിപ്പ് സിസ്റ്റമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് അല്ലെ. കോമൺലി അബ്സോർഡ് സ്ലിപ്പ് സിസ്റ്റത്തിൽ വരുന്ന ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് സ്ലിപ്പ് നടക്കാൻ ചാൻസ് ഉള്ള ഒരു സ്ലിപ്പ് സിസ്റ്റം. സോ അത് കൂടാണ്ട് ഇത് കൂടാണ്ട് ഇനിയും ഒരു 11 ഉണ്ട്, അല്ലെങ്കിൽ there are 12 easy slip systems available in FCC crystals. അപ്പോൾ ഈ 12 ഈസി സ്ലിപ്പ് സിസ്റ്റം FCCയിലുള്ള സ്ഥിതിക്ക് എന്താണ്, അത് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ലിപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് FCCയിൽ. കാരണം സ്ലിപ്പ് ഉണ്ടാവാൻ അനുയോജ്യമായ ഒരുപാട് ഇതുപോലത്തെ സ്ലിപ്പ് പ്ലെയിനുകളും സ്ലിപ്പ് ഡയറക്ഷൻസും ഈ FCC ക്രിസ്റ്റലിന്റെ കേസിലുണ്ട്. So these slip systems are well distributed in space and therefore it is possible to have at least one slip system oriented in a favorable position for slip to take place. അപ്പോൾ ഈ സ്ലിപ്പ് സിസ്റ്റംസ് ഒക്കെ നോക്കിയാൽ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അത് പല മീൻസ് നിങ്ങൾക്ക് ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ പല ഡയറക്ഷനിലേക്കായിട്ടായിരിക്കും ഈ
ഡിഫറെൻറ്റ് സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ടാവുക, പല സ്ഥലങ്ങളിലായിട്ട് സ്പേസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും ഇതിന് ബ്രേക്ക് മീൻസ് ഫെയിലിയർ സംഭവിക്കാം, അല്ലെങ്കിൽ ദർ വിൽ ബി എ ഫേവറബിൾ പൊസിഷൻ ഫോർ സ്ലിപ്പ് ടു ടേക്ക് പ്ലേസ്, അല്ലെ, പെട്ടെന്ന് തന്നെ ഒരു ഫേവറബിൾ പൊസിഷൻ അതിന് കണ്ടെത്താൻ വേണ്ടി പറ്റും. കാരണം ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് സ്ലിപ്പ് ആൻഡ് ദെയർ ബൈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഈസ് ഇനീഷ്യേറ്റഡ് ഈസിലി ഇൻ FCC ക്രിസ്റ്റൽസ്. FCC ക്രിസ്റ്റലിന്റെ കേസിൽ എന്ത് സംഭവിക്കും? ഇത് പെട്ടെന്ന് തന്നെ സംഭവിക്കാം, എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ ഡിഫോർമേഷൻ സംഭവിക്കാം. ഓക്കെ, സോ മെറ്റീരിയൽസ് ഹാവിംഗ് FCC സ്ട്രക്ചേഴ്സ് ആർ ദെയർഫോർ ഡക്റ്റൈൽ ഇൻ നേച്ചർ. നമ്മൾ എന്ത് മനസ്സിലാക്കണം? FCC ക്രിസ്റ്റൽസ് എല്ലാം എന്തായിരിക്കും? ഡക്റ്റൈൽ ആയിരിക്കും. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈൽഡ് ചെയ്ത് പോകും, അല്ലെ? അത് വലിച്ച് നമുക്ക് നീട്ടാൻ വേണ്ടി പറ്റും അതിനെ, അല്ലെ? വയറ് പോലെ ഇങ്ങനെ വലിക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്? അത് ആക്ച്വലി ഇത് വലിഞ്ഞു പോവുക അല്ലെങ്കിൽ ഈൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി അത് പ്ലാസ്റ്റിക്കലി ഡിഫോം ചെയ്യുകയാണ്, അല്ലെ? അതിന്റെ ഡയമെൻഷൻസ്, അതിന്റെ ഷേപ്പ് അത് ചേഞ്ച് ചെയ്യാണ്, അല്ലെ? അതിന്റെ ഫോം ചേഞ്ച് ചെയ്യിക്കുകയാണ് അത്, അല്ലെ? നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ, അല്ലെ, നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ. സോ ഇറ്റ് ഈസ് ഡിഫോമിങ്. സോ അതിനെയാണ് നമ്മൾ ഈൽഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി അവിടെ സ്ലിപ്പാണ് ഉണ്ടാവുന്നത്, അല്ലെ? ഡിഫോർമേഷൻ ഉണ്ടാവാൻ രണ്ട് മെത്തേഡേ ഉള്ളൂ. ഒന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സ്ലിപ്പ് വഴിയായിരിക്കും, ഒന്നെങ്കിൽ ട്വിന്നിങ് വഴിയായിരിക്കും. നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ ഏതാണ്? ഇറ്റ് ഈസ് എലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക് ആണ് ഉണ്ടാവുന്നത്, അല്ലെ? എലാസ്റ്റിക് അല്ലല്ലോ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ അല്ലേ, പെർമനന്റ് ഡിഫോർമേഷൻ ആണത്. സോ അപ്പോൾ അത് ഡക്റ്റൈലാണ്. കാരണം ഇത് ഒരുപാട് സ്ലിപ്പ് സിസ്റ്റംസ് ഉള്ളതുകൊണ്ട് ഈ 12 സ്ലിപ്പ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിന് ഈ ഏതെങ്കിലും ഒരു സ്ലിപ്പ് സിസ്റ്റം വഴി അതിന് ഡിഫോം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അത് ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആയിരിക്കും എപ്പോഴും FCCs. അതുപോലെ തന്നെ BCC എടുത്തു കഴിഞ്ഞാലോ, BCC crystals ഓൾസോ ഹാവ് 12 EC സ്ലിപ്പ് സിസ്റ്റംസ് വിത്ത് ദ 110 പ്ലെയിൻ ആൻഡ് 111 ഡയറക്ഷൻ. ഇത് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നോക്കിയതാണ്. FCC, BCC, HCPന്റെ മൂന്നാണ് ഞാൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞ 3 പോയിന്റ്. BCC crystals, they are also having 12 EC slip systems with the 110 plane and 111 direction, which is the most predominant. However, the 110 plane of BCC have lesser atomic density compared to 111 of plane of FCC crystal. അല്ലെ? അപ്പൊ ഏറ്റവും കൂടുതൽ അറ്റോമിക് ഡെൻസിറ്റി കൂടിയ ഒരു പ്ലെയിൻ ആണ് ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് സ്ലിപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ നോക്കി, ഇവിടെയുള്ളത് എന്താണ്? 110 പ്ലെയിൻ ആണ് BCCന്റെ കേസിൽ. FCCന്റെ കേസിലോ അത് 111 പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോ ഈ രണ്ട് പ്ലെയിനിന്റെ FCCയിലില്ല, അതായത് ഫേസ് സെന്റേർഡ് ക്യൂബിക്കിലെ 111 പ്ലെയിനും ബോഡി സെന്റേർഡ് ക്യൂബിക്കിലെ 110 പ്ലെയിനുമാണ് ഈ രണ്ട് ക്രിസ്റ്റലിലുള്ള ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ട് സ്ലിപ്പ് നടക്കാൻ രണ്ട് പ്ലെയിൻ. അപ്പൊ ഈ രണ്ട് പ്ലെയിനിലും ഈ രണ്ട് ക്രിസ്റ്റൽസിന്റെ രണ്ട് പ്ലെയിൻ നോക്കിയാൽ FCC ക്രിസ്റ്റലിലാണ് ഏറ്റവും കൂടുതൽ അറ്റോമിക് ഡെൻസിറ്റി ഉള്ളത്. എന്ന് വെച്ചാൽ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ FCCയിലാണ് കൂടുതൽ സ്ലിപ്പ് ഉണ്ടാവാനുള്ള ചാൻസ്. Therefore, the stress required to cause unit atomic displacement will be more in BCC crystals. So BCC materials are less plastic or less ductile compared to FCC. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? FCC ക്രിസ്റ്റൽസിലായിരിക്കും കൂടുതൽ ഡക്റ്റിലിറ്റി ഉണ്ടാവുക. BCCയിൽ കമ്പയർഡ് ടു FCC ഡക്റ്റിലിറ്റി കുറവായിരിക്കും. ഡക്റ്റിലിറ്റി കുറവ് പറഞ്ഞാൽ അത് ലെസ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആയിരിക്കും അവർ ഉണ്ടാവില്ലേ when compared to FCC. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയ എന്താണ്? Therefore, the stress required to cause unit atomic displacement will be more in BCC. BCCയിൽ നമുക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടി വരും, നമുക്ക് കൂടുതൽ പക്ഷേ FCCയിൽ കുറച്ച് നമ്മൾ സ്ട്രെസ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ഡിഫോർമേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്ലെയിനായ HCP എടുത്തു കഴിഞ്ഞാലോ, ഇനി HCP ക്രിസ്റ്റൽസ്, നമ്മൾ HCPന്റെ പ്ലെയിൻസ് നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ യൂണിറ്റ്സ് ക്യൂബിക് സെൽസിന്റെ മാത്രമേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളൂ. ഇൻ HCP ക്രിസ്റ്റൽസ്, ദ പ്ലെയിൻസ് ഹാവിംഗ് മാക്സിമം അറ്റോമിക് ഡെൻസിറ്റി ആർ ദി basal planes 0001 and the direction 1120. Okay, only 3 common slip systems are available in HCP. BCC in the FCC in case there are 12 slip systems available. 12 slip systems available for slip to happen. So there are chances to അതായത് നമ്മളെ സ്ലിപ്പ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം 12 slip systems are distributed in the space. So anywhere they can have this deformation. But in the case of HCP crystal, there are only 3 common slip systems. അപ്പോൾ ഒരു സ്ലിപ്പ് സിസ്റ്റത്തിൽ ഒരു സ്ലിപ്പ് പ്ലെയിനും ഒരു സ്ലിപ്പ് ഡയറക്ഷനും ഉണ്ടാവും. അതുപോലെ 3 എണ്ണം. That means compared to FCC and BCC crystals, HCP materials are less ductile or very less ductile. Or അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? HCP materials are normally brittle എന്ന് പറയാം.
അല്ലെ? വിത്തൗട്ട് മച്ച് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ദേ വിൽ ഗോ ടു ഫ്രാക്ചർ അല്ലെ? കാരണം പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉണ്ടാണെങ്കിൽ അതിൽ കുറെ സ്ലിപ്പ് ലൈൻസ് വേണം. ഇവിടെ സ്ലിപ്പ് ലൈൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അതിനധികം അത് സ്ലിപ്പ് ചെയ്യൂല. സ്ലിപ്പ് ചെയ്യാത്തപ്പോൾ എന്ത് സംഭവിക്കും? അത് അധികം ഡിഫോർമേഷൻ ഇല്ലാണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്യും. സോ അതുപോലത്തെ മെറ്റീരിയലിനെ നമ്മൾ എന്ത് പറയല്? ബ്രിട്ടിൽ മെറ്റീരിയൽ. ഓക്കെ. സോ അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ഒരു ഹെഡിങ്ങിലുള്ളത്. BCC, HCP, FCC സ്ട്രക്ചറിന്റെ ഈൽഡിങ് കപ്പാസിറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ നിങ്ങൾക്ക് അതുപോലൊരു ക്വസ്റ്റ്യൻ വരാം. വൈ അല്ലെങ്കിൽ കമന്റ് അബൌട്ട് ദി ബ്രിട്ടിൽനെസ് ഓർ ഡക്റ്റിലിറ്റി ഓഫ് BCC, HCP ആൻഡ് FCC ക്രിസ്റ്റൽ. അല്ലെങ്കിൽ വരാം വൈ FCC crystals ആർ മോർ ഡക്റ്റൈൽ വെൻ കമ്പയർഡ് ടു BCC ക്രിസ്റ്റൽ. അങ്ങനെ വരാം. അല്ലെങ്കിൽ വൈ HCP ക്രിസ്റ്റൽ ഈസ് ബ്രിട്ടിൽ വെൻ കമ്പയർഡ് ടു BCC ആൻഡ് FCC വരാം. എങ്ങനെ വേണമെങ്കിൽ വരാം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ഡക്റ്റൈൽ എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത് FCC ക്രിസ്റ്റൽസ് ആണ്. ഇവിടെ നമുക്ക് ബ്രിട്ടിൽ എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത് HCP, hexagonal closed പാക്കറ്റിനെ നമുക്ക് ബ്രിട്ടിൽ എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. ഫേസ് സെന്റർഡ് ക്യൂബിക് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡക്റ്റൈൽ. ബട്ട് ബോഡി സെന്റർഡ് ക്യൂബിക്കിനെ നമുക്ക് ഡക്റ്റൈൽ എന്ന് പറയാം, പക്ഷെ ബ്രിട്ടിൽ എന്ന് പറയാം. എങ്ങനെയാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മൾ എപ്പോഴും റിലേറ്റീവ് ആയിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒന്നാണ് ഇപ്പൊ BCC പറഞ്ഞാൽ അത് FCCന്റെ അത്ര ഡക്റ്റൈൽ അല്ല, അതായത് ഫേസ് സെന്റർഡ് ക്യൂബിക്കിന്റെ അത്രയും ഡക്റ്റൈൽ അല്ല, ഹെക്സഗണൽ ക്ലോസ്ഡ് പാക്കിന്റെ അത്രയും ബ്രിട്ടിലും അല്ല. ബട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അതിൽ 12 സ്ലിപ്പ് സിസ്റ്റമിലൂടെ നമുക്ക് അത് തന്നെ വേണമെങ്കിൽ അത് കുറച്ച് ഡക്റ്റൈൽ ആണെന്ന് പറയാം. ഓക്കെ. സോ ഈ ടോപ്പിക്കോടെ ഞാൻ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ എല്ലാവരും നോക്കിയിട്ട് വരണം. ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എയർ പോലെ ഞാൻ ചോദിക്കും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ